ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ തുടക്കം തന്നെ ദോശയിലും സാമ്പാറിലുമായിരുന്നേ. രാവിലെ ഒരു ഗ്ലാസ് ചൂട് ചായ കുടിച്ചു. പിന്നെ ദേണ്ട നമുക്ക് ദോശയും സാമ്പാറുമായിരുന്നു ഇന്ന്. അത് അമ്മ രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടെ കുടിച്ചു കേട്ടോ. എനിക്ക് ചൂടുവെള്ളം പറ്റത്തില്ല, പച്ചവെള്ളം തന്നെ വേണം, എങ്കിലേ എൻ്റെ ദാഹം മാറത്തുള്ളൂ. ഇന്ന് പിന്നെ നമുക്ക് ചമ്മന്തി ഒന്നും ഇല്ലായിരുന്നു, സാമ്പാർ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ 2 ദോശ എടുത്ത് സാമ്പാറും കൂട്ടി കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തേക്ക് നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് തുടങ്ങുവാണേ. പയറായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളക് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ പയറിട്ട് കൊടുക്കുന്നത്. നേരെ എണ്ണയ്ക്കകത്തോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കറിവേപ്പില നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഞാൻ എല്ലാത്തിലും ഇച്ചിരി കറിവേപ്പില ഇടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുവേ. അന്നേരം ഒന്ന് വെന്ത് കിട്ടും. പിന്നെ ആ മൂടി മാറ്റിയിട്ട് ഒന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ സെറ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് തേങ്ങ അരച്ച മീൻകറിയാണ്. അതിലോട്ട് തേണ്ട ഉള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ അരയ്ക്കുന്നതിനകത്ത് ഇടുകയെ. കൊത്തി അരിഞ്ഞിട്ടാലും മതി. പിന്നെ എരിവിനായിട്ട് തേണ്ട 4 ഉണ്ടമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും പഴുത്ത ഉണ്ടമുളക്. അത് അരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നല്ലതായിട്ട് എരി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി എനിക്ക് ഇച്ചിരി തോനെയും വേണം കേട്ടോ, അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടിയും ഉലുവാപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുവാണേ. ദേണ്ട നമ്മുടെ കുറിച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കാരൽ എന്നാണ് പറയുന്നത്, ഇവിടെ കുറിച്ചി എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മൾ ചട്ടിയിലോട്ട് മാങ്ങയും തക്കാളിപ്പഴവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഉണ്ടമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി എരി തോനെയും വേണം. പിന്നെ മുരിങ്ങക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത്. പിന്നെ പുളിയാണേ. അന്നേരം വിചാരിക്കും എന്തിനാണ് ഈ മാങ്ങയുടെയും തക്കാളിപ്പഴത്തിൻ്റെയും കൂടെ പുളിയെന്ന്. അതെന്താണെന്നറിയത്തില്ല, എനിക്കിതൊക്കെ ഇട്ടാലും പുളി ഇടാതെ പറ്റത്തില്ല. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും ഇട്ട് കൊടുത്ത് കലക്കി നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അന്നേരവും ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇളക്കി നമ്മൾ വേവിക്കാനായിട്ട് വെക്കണം. അന്നേരം ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് വേണമെങ്കിൽ കടുക് വറുത്ത് ഒഴിക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട്. കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ അയ്യര് കളിയാണ്. പിന്നെ കറിവേപ്പില ഇട്ട് വേണ്ട പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വേവാനായിട്ട് വെക്കുവാണേ. അടച്ച് വെക്കുമ്പോൾ അന്നേരം നല്ല മണമൊക്കെ കാണും. അപ്പോഴത്തേനാണ് നമ്മുടെ മീൻകറിയും റെഡിയായി. പയർ മെഴുക്കുവരട്ടി മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ സാമ്പാർ ഞാൻ എടുത്തില്ല, എനിക്കിതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല. മീൻകറിയൊക്കെ കൂട്ടി തന്നെ കഴിക്കുക. അച്ചാറുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. കണ്ടോ ഉണ്ടമുളക് എടുത്ത് ഇങ്ങനെ കാണിക്കുവാണേ. അതും കൂടെ അതിനകത്ത് ഞെവിടിയെന്നാണ് പറയുന്നത്. അപ്പോഴത്തേനും നല്ല എരിവുണ്ട്, ചോറിന് നല്ല ചൂടുണ്ട് കേട്ടോ. എനിക്ക് ചൂട് അത്ര പിടുത്തമല്ല, എനിക്ക് തണുത്ത ചോറാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കൂട്ടി ഇന്ന് ഉച്ചക്കലത്തെ ഊണങ്ങ് കഴിച്ചു.